ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. വലതുവശത്തെ കള്ളൻ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് വലതുവശത്തെ കള്ളൻ. ഈ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ട് ഈ വലതുവശത്തെ കള്ളൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നി, ബൈബിളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ബൈബിളിൽ എന്തെങ്കിലും കഥാപാത്രങ്ങളോ അങ്ങനെ. കാരണം ജിത്തു ജോസഫിന്റെ മെമ്മറീസ് എന്ന സിനിമയിലെ അദ്ദേഹം ബൈബിളുമായിട്ട് സംബന്ധമായിട്ടുള്ള കഥാസന്ദർഭങ്ങളും വാക്യങ്ങളും ഒക്കെ ആ സിനിമയിൽ നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വലതുവശത്തെ കള്ളൻ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. കാരണം ഈ ഈശോനെ കുരിശി തെറിച്ച് കൊല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ വലതുവശത്തും ഇടതുവശത്തും ഓരോ കള്ളന്മാരുണ്ടായിരുന്നു. നല്ല കള്ളൻ, മോശം കള്ളൻ, അങ്ങനെയൊക്കെ. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ? അങ്ങനെയൊക്കെ ഞാൻ കുറെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ പേരും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കള്ളൻ എന്നുള്ള പേര് തന്നെ കള്ളത്തരമാണ്. കള്ളനല്ല. കാരണം വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞാൽ കള്ളനല്ല, കള്ളത്തരമല്ല. സിനിമയില് കള്ളത്തരമാണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇതിന്റെ ശരിക്കുള്ള കഥാ സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന കേസുകൾ അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. വേണം നല്ല രീതിയിൽ ചെയ്യാം, മോശം രീതിയിൽ ചെയ്യാം, പണം വാങ്ങി ചെയ്യാം, പണം വാങ്ങാതെ ചെയ്യാം. അത് മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുന്നു, മറ്റുള്ളവർക്ക് എങ്ങനെ ബാധിക്കുന്നു, അതൊന്നും നോക്കൂല. സ്വന്തം കയ്യിലോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലോ സ്വന്തം ഉള്ള ആൾക്കാർക്കൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലേ ഇവരൊക്കെ അത് മനസ്സിലാക്കുകയുള്ളൂ, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയുള്ളൂ, ആ ഫീലിംഗ് ഒക്കെ മനസ്സിലാവുള്ളൂ. ഈ പണമുള്ളവന്റെ കൂടെ നമ്മുടെ നിയമവും നിയമപാലകരും എല്ലാം പണമുള്ളവന്റെ കൂടെ നിൽക്കും, ഓച്ചാനിച്ച് നിൽക്കും. അതേപോലെ തന്നെ മുതിർന്ന വലിയ സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരെ അവരുടെ കൂടെ നിയമവും നിയമപാലകരും അവരെ സംരക്ഷിക്കും, അവരെ കൂടെ നിൽക്കും. മറ്റുള്ളവരുടെ കൂടെ ആരും ഉണ്ടാവില്ല. അർഹതപ്പെട്ട നിയമം ലഭിക്കേണ്ടവൻ, നീതി ലഭിക്കേണ്ടവന്റെ കൂടെ ഒരാളും ഉണ്ടാവില്ല. അയാൾ പറയുന്നത് ഒരു മനുഷ്യൻ കേൾക്കുകയില്ല. എന്ന് വെച്ചാല് ഇപ്പം നിയമപാലകർ ഇപ്പം പറയുകയാണ്, നിങ്ങൾ തെറ്റാണ് ചെയ്തത്, മറ്റൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും അവരെ ഈ ശരിയുടെ പക്ഷത്ത് നിൽക്കില്ല. സ്വന്തം അച്ഛനമ്മമാരോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരും, ബന്ധുക്കളോ ഒരാളും, നാട്ടുകാരോ ഒരാളും ഈ നീതി ലഭിക്കേണ്ട കൂടെ, കാരണം സത്യമുള്ളവന്റെ കൂടെ നിൽക്കില്ല, മറ്റുള്ളവരുടെ കൂടെ. കാരണം പണവും പ്രതാപവും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അവന്റെ കൂടെ ആൾക്കാർ നിൽക്കും, അവനെ സംരക്ഷിക്കും, അവന്റെ വാക്കുകൾ കേൾക്കും. അവൻ എന്ത് മോശപ്പെട്ട ആളാണെങ്കിൽ പോലും അവന്റെ കൂടെ നിൽക്കും. അപ്പോൾ സ്വന്തം കുടുംബത്തിലുള്ള അമ്മ അല്ല അച്ഛൻ പോലും നമ്മൾക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കള് അച്ഛനമ്മമാർക്ക് വേണ്ടി നിൽക്കില്ല, കൂടെ നിൽക്കില്ല എന്നുള്ളതൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്ലോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന് എന്തും എങ്ങനെയും അദ്ദേഹം സ്വാധിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും കൈക്കൂലി വാങ്ങിയിട്ടാണെങ്കിലും എങ്ങനെയൊക്കെ കുറെ ഇതിനകത്ത് ഈ സിനിമയിൽ സംഭവിക്കാം. അവർ സ്വന്തം കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സിനിമയാണ്. ഇതിനകത്ത് പ്രകടനങ്ങൾ ജിത്തുവിന്റെ സംവിധാനം ജിത്തു ജോസഫാണ്. ഇതിന്റെ തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത് ജിത്തു അല്ല, അത് ഡിനു തോമസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരാളാണ്. നിർമ്മിച്ചിരിക്കുന്നത് ഷാജി നടേശനാണ്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ബിജു മേനോൻ, വൈഷ്ണവി രാജ്, ജോജു ജോർജ്, ലെന, KR ഗോകുൽ, ഇർഷാദ്. ഇതിനകത്ത് ബിജു മേനോന്റെ പ്രകടനം അടിപൊളിയാണ്. കാരണം അദ്ദേഹം ഒരു പോലീസായിട്ടാണ്. സാധാരണ ബിജു മേനോന്റെ നമുക്കറിയാം, ഇപ്പം അടുത്ത ഒക്കെ സിനിമയിൽ വരുമ്പം അദ്ദേഹത്തിന് നല്ല തടിയുണ്ട്, വയറൊക്കെ നല്ലവരുണ്ട്. ഈ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്കും അദ്ദേഹം തടിയെല്ലാം കുറച്ച് നല്ല ഫിറ്റായി ഒരു പോലീസുകാരൻ്റെ എല്ലാം, പിന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്ന പക്കാ പോലീസുകാരന്റെ ഗൗരവവും എല്ലാം ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തിന്റെ കഥാപാത്രം, മെയിനായിട്ട് നായകൻ കഥാപാത്രം ചെയ്യുന്നേക്കുന്നത് നമ്മുടെ ബിജു മേനോനാണ്. അദ്ദേഹം അത് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോജു ജോർജ്, അദ്ദേഹത്തിന്റെ കാര്യം പറയണ്ട. അദ്ദേഹത്തിന് പിന്നെ ആ ടൈപ്പ് കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിന് ഹിറ്റാവുന്ന ചില റോളുകളുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം തകർക്കും. അത് ഇതിനകത്ത് നല്ലപോലെ തകർത്തിട്ടുണ്ട്. ലെന മോശമല്ലാത്ത രീതിയിൽ ലെന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഷ്ണവി രാജ്, അദ്ദേഹം നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്തൊരു KR ഗോകുൽ, നമ്മുടെ ആടുജീവിതത്തിലെ ചക്കൻ, അവൻ ഇതിനകത്ത് കുഴപ്പമില്ലാത്ത ചെയ്തിട്ടുണ്ടെങ്കിലും ചില സമയങ്ങളിലൊക്കെ എനിക്കൊരു ഒരു ദഹിക്കാത്ത, എന്താണെന്ന് അറിയില്ല, അവർ ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആ രീതിയിൽ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. പിന്നെ ഇതിനകത്ത് ശ്യാമപ്രസാദ് ഉണ്ട്, അതേപോലെ തന്നെ ഷാജു ഉണ്ടോ, ഷാജു ശ്രീധരുണ്ട്, മനോജ് ഉണ്ട്, ലിയോണ ലിഷോയി ഉണ്ട്. ലിയോണ ലിഷോയി നല്ല പ്രകടനമാണ്. അദ്ദേഹം ഒരു വനിതാ പോലീസായിട്ടാണ്. ആ ബോഡി ലാംഗ്വേജും എല്ലാം നല്ലതുപോലെ കൊണ്ടുപോകും. പിന്നെ ഇർഷാദിന്റെ പ്രകടനവും നല്ല പ്രകടനമാണ്. ഇതിനകത്ത് അഭിനേതാക്കളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇതിന്റെ മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു ശ്യാമാണ് മ്യൂസിക്കിനൊന്നും അത്ര വലിയ പ്രാധാന്യമില്ല ഇതിനകത്ത്. പിന്നെ പശ്ചാത്തല സംഗീതമൊക്കെ ആ സിനിമയുടെ മോഡിനനുസരിച്ച് കൊണ്ടുവന്നുണ്ട്, രസമുണ്ട്, നമുക്കത് കണ്ടിരിക്കാൻ രസമുണ്ട്. അതേപോലെ തന്നെ സതീഷ് കുറുപ്പാണ് ഇതിന്റെ സിനിമോട്ടോഗ്രാഫി കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. പിന്നെ ഇതിന്റെ തിരക്കഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എനിക്കതൊരു അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഒന്നും ഇല്ലെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് സിനിമ. ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ താന്നിങ്ങനെ മെല്ലെ പോകുന്നു, പൊങ്ങി പിന്നെ ഭയങ്കര ഒരു ഇഴച്ചിലാണ്, മെല്ലെ ഭയങ്കര സ്ലോ ആണ്. മനഃപൂർവ്വം ഈ സിനിമ സ്ലോ ആക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, സ്ലോയ്ക്ക് വേണ്ടി സ്ലോ ആക്കുന്നത് എൻ്റെ സിനിമകൾ. പിന്നെ ഇങ്ങനെയാണ് ജിത്തു സിനിമ എടുക്കുന്നതെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ദൃശ്യം മാത്രമേ അദ്ദേഹത്തിന്, ദൃശ്യം, മെമ്മറീസ് അങ്ങനത്തെ പടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം എടുത്ത പടങ്ങളെല്ലാം ഫ്ലോപ്പ് ആവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയെല്ലാം കാണാൻ നമുക്ക് പേടിയാവണം, ദൃശ്യം എന്തായിരിക്കും, എന്താ അവസ്ഥ. പിന്നെ അദ്ദേഹത്തിന്റെ തിരക്കഥയാണ് ദൃശ്യം, അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് ഉള്ളത്. അപ്പൊ അദ്ദേഹം നല്ല രീതിയിൽ അത് ജിത്തു ജോസഫിന്റെ മേക്കിംഗ് ഉണ്ട് സിനിമയുടെ ഒക്കെ നമ്മൾ കണ്ടിരിക്കുമ്പോൾ ഒരു രസമുണ്ട് നമ്മുടെ കണ്ണിന് ഒക്കെ. ഇത് അങ്ങനത്തെ ജിത്തു ആണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് പറയേയില്ല, ആ രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ത്രില്ലർ മൂവിയൊക്കെ അല്ലെങ്കിൽ ആ ഒരു സ്പീഡ് വരേണ്ട സമയത്ത് സ്പീഡ് ഒന്നുമില്ല, ഫുൾ ഒരു ഇഴച്ചിൽ പോലെ തന്നെയാണ് സിനിമ ഉള്ളത്. ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക് ഈ സിനിമ തന്നത്. ആവറേജും കുറച്ച് മേളിൽ എന്ന് പറയാം, അല്ലാണ്ട് വലിയ ഒരു ഹിറ്റിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ ജിത്തു ജോസഫിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും ഈ സിനിമയിൽ ഇല്ല. കാരണം സിനിമയായിട്ട് കാണാമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ജിത്തു എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറിനെ നോക്കിയിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ളത് ആ സിനിമയിൽ ഇല്ലെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടില്ല. അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് പ്രശ്നം പറ്റിയത്. സാധാരണ ഒരു സംവിധാനം ചെയ്തെങ്കിൽ ചിലപ്പം നമുക്ക് കുഴപ്പമില്ലാതെ നമ്മൾ കണ്ടിരിക്കും, പക്ഷെ ജിത്തു ആയതുകൊണ്ട് ഇത് പോരാ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഇത്രയേ ഉള്ളൂ ഈ സിനിമയെ പറ്റി പറയാൻ വേണ്ടി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യവും ഷെയർ ചെയ്യുന്ന കാര്യവും നിങ്ങളൊന്ന് പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.